ഹായ് നമസ്കാരം, ഓഫീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാളെ കാട്ടാണ്ട് റിലീസ് ആണ്. അപ്പം അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് നോക്കണത് കാട്ടാളൻ മാർക്കോ യൂണിവേഴ്സിലുള്ളതാണോ അല്ലയോ എന്നുള്ളതാണ്. എങ്ങനെ മാർക്കോ യൂണിവേഴ്സിൽ വരും? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ അതിനകത്ത് പോസ്റ്ററിന്റെ കാര്യം, നമ്മൾ ആദ്യം സിദ്ദിഖിന്റെ പോസ്റ്റർ വന്നു, പിന്നെ മറ്റേ മാർക്കോയുടെ അവസാനത്തെ കൈയിന്റെ പോസ്റ്റർ വന്നു. അതിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു, ആ സിമ്പൽ എങ്ങനെ അതാണ്. അപ്പം അങ്ങനെ എല്ലാം കൂടെ വെച്ച് യൂണിവേഴ്സ് ആണെന്ന് ഏകദേശം ഉറപ്പിച്ചൊക്കെ വന്നതാണ്. പക്ഷെ ഒന്ന് ഉണ്ണി മുന്തന്റെ UMF ഒരു ഇതിട്ടു, ക്യൂബ് എന്റർടൈൻമെന്റ്സിന് എല്ലാവിധ ആശംസകളും. അതെ, ഉണ്ണി മോന്തൻ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദിസ് പ്രൊജക്ട് ഓർ എനി യൂണിവേഴ്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഉണ്ണി മോന്തൻ ഇല്ലെന്ന് കൺഫേം ആയി. അപ്പൊ മാർക്കോ യൂണിവേഴ്സ് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഉണ്ണി മൂന്തൻ എന്തായാലും ഈ യൂണിവേഴ്സിൽ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉണ്ണി മൂന്തൻ ഇല്ലെങ്കിൽ അവര് വലിയൊരു സർപ്രൈസ് വെക്കുന്നുണ്ടെങ്കിൽ ഉണ്ണി മൂന്തൻ ഇല്ലെങ്കിൽ ഇതില്ല. മാർക്കോ യൂണിവേഴ്സിലെ കുറച്ച് ആൾക്കാർ വന്ന് പോകുന്ന. പിന്നെ വേറൊരു കാര്യം, ജഗദീഷ് ഇപ്പൊ നമ്മള് പറയാം, മാർക്കോയുടെ യൂണിവേഴ്സിലുള്ള ക്യാരക്ടേഴ്സിനെ മാത്രം ഉണ്ണി മൂന്തൻ ഇല്ലാതെ ഇങ്ങോട്ട് എടുക്കാന്ന് വെച്ചാല് ജഗദീഷിനെ പോലുള്ള മറ്റേ പിന്നെ ഡുഹൻ എന്ന് പറയുന്ന പുള്ളി, അവരുടെ ഒക്കെ ഒരു ഓവർലാപ്പിംഗ് വരുന്നുണ്ട് കാട്ടാളൻ. അത് വേറെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് വന്നേക്കണത്. അല്ലെങ്കിൽ മാർക്കോയുടെ വില്ലൻ സൈഡിലുള്ള അങ്ങനത്തെ എന്തെങ്കിലും വരണം, ആ ഒരു ഇമ്പാക്ട് കിട്ടണം. അതുകൊണ്ട് ഒരു പിടിയും കിട്ടില്ല ശരിക്കും. പിന്നെ വേറൊരു സർപ്രൈസ് എലമെന്റ്സ് എന്ന്, സർപ്രൈസ് അല്ല, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം, ക്യൂബിന്റെ അടുത്ത പടം ആരുമായിട്ടാണ് നമുക്ക് അറിയാം. അപ്പൊ മേബി അതിന് സാധ്യതയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയില്ല എന്തെങ്കിലും ഒരു കാര്യം. അല്ല, അവരെന്തായാലും ഒരു പടം ഇത്രയും കോടി മുടക്കി എടുക്കുമ്പോ ഒരു സർപ്രൈസ് എലമെന്റ്സ് വെച്ചായിരിക്കുമല്ലോ അവര് എന്തായാലും വർക്ക് ചെയ്യണത്. അത് പ്രേക്ഷകർക്ക് എന്നുള്ള നിലയിൽ നമുക്ക് തൃപ്തി ഇല്ലെങ്കിൽ അവിടെ വർക്ക് ആവൂല. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല നമുക്കവിടെ ഒരു ഇൻട്രോഡക്ഷൻ വരുമെന്ന്. പക്ഷെ ഏറ്റവും ടൈലന്റ് വരെ അവസാനം വരെയും കാണാതിരിക്കരുത്, അവസാനം വരെ കാണണമെന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാട്ടാള സിനിമയില് ഇപ്പം മാർക്കോയിലുള്ള ഈ സിദ്ദിഖോ അല്ലെങ്കിൽ അതിന് വന്നാല് നമുക്ക് ആ ഒരു ഇമ്പാക്ട് എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ ഒരു ഏതാണ് പറയുന്നത്. അപ്പൊ ഒരു നായകൻ വരുമ്പോലെ, അല്ലെങ്കിൽ ഉണ്ണിമുന്ത വന്നാ ഓക്കെ എന്നാ നമുക്കത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ ഇപ്പൊ നമ്മള് ലിയോയില് മറ്റേ പോലീസുകാരൻ നെപ്പോളിയനൊക്കെ കൊണ്ടുവന്നു, പക്ഷെ വലിയ ഇമ്പാക്ട് നമുക്ക് തോന്നിയിട്ടില്ല. അതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടേ കാര്യമുള്ളൂ. അവിടെ റോളക്സിനെ വിക്രമിനെ എല്ലാം കൊണ്ടുവന്നിരുന്നെങ്കിൽ അവിടെ കത്തിയേന അത് തന്നെ. അതുപോലെ ഒരു ഇമ്പാക്ട് പടത്തിൽ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ പടം ഫെയിൽ ആയിരിക്കും, അല്ലേ? അല്ല, കഥ വൈസ് നോക്കുമ്പോൾ ഫെയിൽ ആയിരിക്കും. പിന്നെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മേബി മറ്റേ ഉണ്ണി വന്ന ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ, മാർക്കോ ഒരു ബീച്ചിൽ നിൽക്കുമ്പം വരുന്നത് ചിലപ്പോ അത് വല്ല പെപ്പ ആരെങ്കിലും ആയിരിക്കാം സാധ്യത. അപ്പൊ അങ്ങനെ ഒരു ഇതാണ്. എന്തായാലും യൂണിവേഴ്സ് ആണോ അല്ലേന്ന് നാളെ ഇറങ്ങിയാൽ മാത്രമേ അറിയത്തുള്ളൂ. നാളെ നമ്മള് ഫസ്റ്റ് ഷോ ആണ്. അപ്പൊ കണ്ടിട്ട് നമ്മൾ ആദ്യം റിവ്യൂസ് ഒക്കെ പറയും. അപ്പൊ എന്താണ്, സ്പോയിലർ ഇല്ലാതെ ഇടും. അതെ, സ്പോയിലർ ഇല്ലാതെ ഇടും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന സ്ഥിതിക്ക് എന്തിനാണ് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ ആയിട്ട് യൂണിവേഴ്സ് ആവണമെങ്കിൽ അതിൽ നല്ല നല്ല ക്യാരക്ടേഴ്സിന് ഇതിൽ കൊണ്ടുവരണം. നല്ലതെന്നല്ല, ഒരു നടൻ അല്ലെങ്കിൽ വില്ലന്റെ റോളിലുള്ള ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇതിനകത്ത് വർക്ക് ആവും. മനസ്സിലാവുന്നത് സിദ്ദിഖ് സെയിം റോളിലാണ്, പക്ഷെ ജഗദീഷ് വേറെ റോളിലാണ്. അത് എന്തായാലും മേബി ഒരു പാസ്റ്റ് സമയമായിരിക്കും കാണിക്കാൻ പോകുന്നത്. നാളെ രാവിലെ പോയി നോക്കിയിട്ട് അപ്പൊ റിവ്യൂസ് ആയിട്ടൊക്കെ കപ്പിൾസ് ഉടനെ വരും. അപ്പൊ പുതിയൊരു വീഡിയോ ഞങ്ങൾ ഉടനെ ഒരു 5 ലൈക്ക്